ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. മംഗോളിയൻ പൗരന്മാർക്ക് സൗജന്യ വിസ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മംഗോളിയയിൽ നിന്നുള്ള യുവ സാംസ്കാരിക അംബാസഡർമാരുടെ ഇന്ത്യയിലേക്കുള്ള വാർഷിക സന്ദർശനം ഇന്ത്യ സ്പോൺസർ ചെയ്യുമെന്നും മംഗോളിയൻ പ്രസിഡന്റ് ഖുറൽസുഖ ഊഖനെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും വിവിധ ധാരണാപത്രങ്ങളും കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. കുർണൂലിൽ 13,430 കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. പൊതുസമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. US താരിഫുകളുടെ സ്വാധീനം മറികടന്ന് ഇന്ത്യയുടെ GDP കണക്കാക്കിയതിലും വേഗത്തിൽ വളരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. 2025-26 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 6.6% IMFന്റെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം US ചൈന വ്യാപാര യുദ്ധം ഉൽപ്പാദന മേഖലയെ മന്ദഗതിയിലാക്കുമെന്നും IMF മുന്നറിയിപ്പ് നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ദേശീയ യുവജന നയം, മേരാ യുവ ഭാരത്, നാഷണൽ സർവീസ് സ്കീം തുടങ്ങിയവയെക്കുറിച്ച് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് 3 പുതിയ ഡോർ ടു ഡോർ ചരക്ക് പാഴ്സൽ സർവീസുകൾ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ഡോർ ടു ഡോർ പാഴ്സൽ സേവനം രാജ്യത്തിന് വളരെ അത്യാവശ്യമാണെന്നും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 71 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക BJP പുറത്തിറക്കി. CPI-ML ലിബറേഷനും 18 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. അതേസമയം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള VVPATകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരുവനന്തപുരത്തെ CSIR NIIST സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ മുഖ്യാതിഥിയാകും. ക്യാമ്പസിൽ നിർമ്മിച്ച സുവർണ ജൂബിലി ഇന്നൊവേഷൻ സെന്റർ, നോഡൽ ഹബ്ബ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ലബോറട്ടറി എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ യാത്ര തിരിക്കും. ബഹ്റിൻ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നത് സംബന്ധിച്ച 3ാംഘട്ട അവലോകന യോഗം ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ പരക്ക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 18 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മറ്റന്നാൾ രാത്രി വരെ തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ഇടിമിന്നലേറ്റ് 2 അതിഥി തൊഴിലാളികൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. ചെങ്ങളായി കാക്കണംപാറയിൽ ചെങ്കൽപ്പണയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇവർക്ക് മിന്നലേറ്റത്. പാലക്കാട് കല്ലടിക്കോട് 2 പേരെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. 3 ഏക്കർ മരുതങ്കോട് സ്വദേശികളായ ബിനു, നിധിൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങളുടെ സമീപത്ത് നിന്ന് നാടൻ തോക്കും കണ്ടെടുത്തു. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2019 അയൽവാസിയായ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ഈ വർഷം ആദ്യം അറസ്റ്റിലായിരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ട്രാഫിക് നിയന്ത്രണങ്ങൾ നാളെ മുതൽ കർശനമായി നടപ്പിലാക്കുമെന്ന് പോലീസ്. KSRTC വാഹന യാത്രികരുടെയും മറ്റ് യാത്രാ ചരക്ക് വാഹനങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗ തീരുമാനമനുസരിച്ചാണ് പുതുക്കിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത്. പഞ്ചാബിൽ അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്ന 36,703 വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വീട് നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും 1,60,000 രൂപ വീതം നൽകുമെന്നും അദ്ദേഹം ലുധിയാനയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഗോത്ര വിഭാഗത്തിനായി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ലഹരി ഉപയോഗം കുറയ്ക്കാൻ സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾക്ക് വനമേഖലയിലുള്ള അവകാശങ്ങൾ, സ്ത്രീ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ മാസം 17 തിരുവനന്തപുരം വർക്കലയിൽ നിർവഹിക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും എഴുത്തുകാർ, കലാകാരന്മാർ, ബ്ലോഗർമാർ, സാഹസിക സഞ്ചാരികൾ തുടങ്ങിയവരുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള വേദിയായി ഫെസ്റ്റിവൽ മാറും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.